திருட்டு ஃபேமிலி திருட்டு ஃபேமிலி திருட்டு 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 ஃபேமிலி. സർക്കാർ ഇങ്ങനെ ഗ്യാസിനും പെട്രോളിനൊക്കെ വില കൂടിയാ നമ്മളെ പോലുള്ള പാവങ്ങൾ എന്ത് ചെയ്യും? അമ്മേ ഈശ്വരാ, ജോലി ചെയ്തെന്റെ നടു ഒടിഞ്ഞേ. അമ്മ അമ്മയുടെ നടു ഒടിഞ്ഞു. ഇനിയിപ്പോ ഒരിടത്ത് റെസ്റ്റ് എടുക്കാമല്ലോ. ഞാൻ കിടപ്പിലായ അച്ഛനും മോനും അമ്മാവനും എന്തോ നട്ട് ഞാൻ ആക്കും. പോരാത്തിന് ഞാനും പട്ടിണി കിടന്ന് ചാവും. ഓഹ് എനിക്ക് വയ്യേ. അക്കാര്യത്തിൽ അമ്മ വിഷമിക്കേണ്ട. അഥവാ അമ്മ കിടപ്പിലായാലും ഈ വീട്ടിൽ എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി തരാൻ ഒരു പെണ്ണ് ഈ വീട്ടിലോട്ട് വരും. എന്താ നിന്റെ അച്ഛൻ വേറെ പെണ്ണ് കിട്ടുന്നുണ്ടോടെ? അച്ഛൻ വേറെ പെണ്ണ് കിട്ടൂല, പകരം ഞാനൊരു പെണ്ണിനെ ഈ വീട്ടിലോട്ട് കൊണ്ടുവരും. അപ്പൊ അതാണ് നിന്റെ മനസ്സിലിരിപ്പല്ലേ? എന്തമ്മ, ഞാൻ പെണ്ണിട്ട് നമുക്ക് ഇഷ്ടമല്ലേ? പിന്നെ വേലയും കൂലിയില്ല, അതാ സാധാ സമയം മൊബൈലും കുത്തി നടക്കണം. നിനക്ക് ആരാടാ പെണ്ണ് തരണത്? ഇത് പഴയ കാലമൊന്നും അല്ലമ്മ, ഇന്റർനെറ്റ് യുഗം. ഇന്റർനെറ്റ് യുഗം. ഇതിന്റെ ഓൺലൈനിലെ ഇങ്ങോട്ട് ഈ ഫോണിന്റെ ഓൺലൈനിലെ എനിക്ക് വേണ്ടിട്ട് എന്തോരം പെമ്പിളാന്നറിയോ ക്യൂ നിൽക്കുന്നത്? ആന്നോ? എനിക്ക് ക്യൂ നിക്കണ്ട, അപ്പൊ ഇരിക്കാൻ പറ. ഓ, കേൾക്കുമ്പോ അമ്മക്ക് പുച്ഛം. ഞാനൊരു ഗ്രീൻ സിഗ്നൽ കൊടുത്തല്ലേ, ആ നിമിഷം നല്ല ഭയങ്കര പോലത്തെ ഒരു പെണ്ണ് ഈ വീട്ടിലോട്ട് കയറി വരും. എന്നിട്ട് വേണം അവളുടെ ചെലവും കൂടെ നിന്റെ അച്ഛന്റെ തലയിലാവാൻ. സന്തോഷം. അതിൽ അമ്മയ്ക്ക് എന്താ എത്ര വിഷമം? എല്ലും മുറിയുന്ന പണിയൊന്നും അല്ലല്ലേ, മോഷണമല്ലേ? അതെന്താണോ നിനക്കൊരു പുച്ഛം? മോഷണം ഒരു പണിയല്ലേ? എടാ, നിനക്കൊരു കാര്യം അറിയാമോ? ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ള പണിയാണ് മോഷണം. എങ്ങാനും ഒന്ന് പാളിപ്പോയാ പിന്നെ പോലീസായി, ഇടിയായി, ജയിലായി, പിന്നെ ഉള്ള പോയി കിടക്കേണ്ടി വരും. അറിയാമോ? ഹോ, അങ്ങനെ ഒരു കയ്യബദ്ധം പറ്റിയോണ്ടാണല്ലോ ഇപ്പൊ അച്ചാകത്ത് കിടക്കുന്നത്. എടാ, നിനക്ക് എനിക്ക് ഉരുട്ടി വിഴുങ്ങാനല്ലയോ നിന്റെ അച്ഛൻ കട്ടിട്ട് പോയി ജയിലിൽ കിടക്കുന്നത്? എന്റെ പൊന്നുമക്കൾ ഇപ്പൊ അത് മാത്രം ഓർത്താ മതി കേട്ടോ. ഒന്നുമില്ലെങ്കിൽ എൻ്റെ പൊന്നാങ്ങളുണ്ടല്ലോ ശ്യാമളൻ, അവനുള്ളതുകൊണ്ട് നമ്മൾ 3 നേരവും തിന്നും കുടിച്ച് ഇവിടെ കിടക്കുന്നു. ഓ, അമ്മ പറഞ്ഞു തീർന്നില്ല. ചക്കയായിട്ട് മാമൻ ദാ വന്നാ. ഇനിയിപ്പോ ഇന്നത്തേക്കായല്ലേ? എടാ ശ്യാമള, ഈ ചക്ക നീ എവിടെ നിന്ന് കട്ടു? ചേച്ചിക്ക് അറിയാമല്ലോ, ചക്കയും മാങ്ങയും തേങ്ങയും വാഴക്കുലൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. എന്തായാലും ചക്ക കിട്ടിയത് നന്നായി. ഉച്ചക്കത്തേക്ക് ഇത്തിരി കൂട്ടാൻ വെക്കാൻ എന്തെങ്കിലും ആയല്ലോ. പക്ഷേ ഒരു വാഴക്കുല കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അത് കൊണ്ടുപോയി വിറ്റ് ഇത്തിരി അരി മേടിച്ച് കഞ്ഞി വെച്ച് കുടിക്കാമല്ലോ. അതെനിക്ക് അറിയത്തില്ലേ ചേച്ചി, അതുകൊണ്ടല്ലേ ഞാൻ രാവിലെ ഇറങ്ങി റോന്തി വിറ്റിയത്. നമ്മുടെ വടക്കര സൗദാമിനി ചേച്ചിയുടെ പറമ്പിൽ നല്ല മുഴുത്തൊരു കൊലയിപ്പോണ്ടു. ഞാൻ നോട്ടോട്ട് വെച്ചേക്കാം, നാളത്തേക്ക് സെറ്റാക്കാം. അരിയൊക്കെ നമുക്ക് മേടിക്കാം. ബെസ്റ്റ്. ഇനി സൗദാമിനിയുടെ അങ്ങോട്ട് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാക്കിയല്ലേ നീ? അത് ശരി. അപ്പൊ ഞാൻ ചക്ക മോട്ടിച്ചോണ്ട് വന്നാൽ കുഴപ്പം? ഒരു കാര്യം ചെയ്യാൻ, ഞാനിവിടെ കുത്തിരിക്കാം. ഈ ബംഗാളി മുകളുള്ള മോനെ പറഞ്ഞ് വല്ല പണിക്കും വിടും. അളിയനെ ജയിലിൽ കിടന്ന് ചപ്പാത്തി ചിക്കനും കഴിച്ച് അവിടെ കിടന്നാൽ മതി. ബാക്കിയുള്ള വേണം ഇത് അടിവെച്ച് വലിഞ്ഞ് കയറി ഇതൊക്കെ മോട്ടിച്ചോണ്ട് വരാം. വായു വരുന്നതെല്ലാം പറയും. വേവിക്കുമ്പോൾ വെളിച്ചെണ്ണ കുള്ളൊഴിച്ച് വേവിക്കണം. ഇതെന്തോ ബൊഫയാ? എന്തുവാടെ എത്തി വലിയ നോക്കുന്നേ? ഒന്നുമില്ല. അച്ഛനൊന്ന് ജയിലിൽ നിന്ന് വരുന്നു പറഞ്ഞപ്പോ അമ്മക്ക് എന്തൊരു സന്തോഷം നോക്കിയേ. എന്ത് സന്തോഷം? ബീഫ് ഫ്രൈ, മട്ടൻ, ചിക്കൻ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന. ഇവിടെ എപ്പോഴും കൂടെ ഉള്ള എനിക്ക് ഇന്നേ വരെ മര്യാദയ്ക്ക് ഒരു മത്തിക്കറി പോലും അമ്മയ്ക്ക് ഉണ്ടാക്കി തരാൻ പറ്റത്തില്ല. ചുമ്മാ ഒരു ജോലിയും ചെയ്യാതെ വീട്ടിൽ ഇരുന്ന് ഫോണിൽ ചാറ്റ് ചെയ്യുന്ന നിനക്ക് ഞാൻ മത്തിക്കറി അല്ല ചിക്കൻ കറി ഉണ്ടാക്കി തരാം. ഒന്ന് പോടാ ഇറക്കാം അവിടെ നിന്ന്. മൊബൈൽ ചാറ്റിങ്ങാ ഇതൊക്കെ എപ്പോൾ പഠിച്ച്? മുല്ലപ്പൂവും പൊടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടൊരു സൗരഭ്യം. നീ തത്വം പറഞ്ഞോണ്ടിരിക്കാതെ ഈ പച്ചക്കറി ഒന്ന് അരിഞ്ഞേ. എന്നെ കൊണ്ട് വയ്യ. അല്ലമ്മ, മാമ എവിടെ പോയി? അളിയൻ വരുന്ന സന്തോഷത്തിനെ കുപ്പി എടുക്കാൻ പോയിരിക്കുക ബിവറേജിൽ നിന്ന്. ഓ, അപ്പൊ ഒന്ന് ചുരുക്കി പറഞ്ഞ അളിയനും കൂടെ വീട് ഇളക്കി മറിക്കും. പൊടി പൂരമായിരിക്കും. എന്റെ പൊന്നു കേൾക്കാൻ നീ ഒന്ന് നിർത്തി കൂടി മടുപടാതെ ഇങ്ങനെ വലിച്ചു കയറ്റി നിന്റെ കൂമ്പടിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂമ്പൊക്കെ എന്നേ പോയേനെ മാമ. അല്ല, മാമ കുടിക്കുന്നില്ലേ?
ഒരു ടച്ചിങ്സ് പോലും ഇല്ലാതെ എങ്ങനെയാണ് ഇത് വലിച്ചിറക്കുന്നത്? അത് ശരി, ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരി, ഞാൻ പോയിട്ട് ടച്ചിങ് സോഡ് ഇപ്പം വരാം. ഇതാണേ വലിച്ചു കയറ്റുന്നു. പെട്ടെന്ന് വരണേ. ഒരു ടച്ചിങ്സ് പോലും ഇല്ല, ഇത് എങ്ങനെ വലിച്ചിറക്കും? അവൻ വല്ല ബീഫോ മട്ടനോ എടുക്കാൻ പോയതായിരിക്കും. ആഹാ, റമ്മ്, സോഡ, ബീഫ്, മട്ടൻ, അന്തസ്, എന്താ നല്ല കോമ്പിനേഷൻ. കേരളം അടിച്ചിട്ട് വേണം അളിയനെ ഇറങ്ങിയിട്ട് പഴയതുപോലെ ബസ്സിനകത്ത് കയറി ഇറങ്ങിയ പോക്കറ്റ് അടി ഒന്നും ഡെവലപ്പ് ചെയ്യാൻ. ടച്ചിങ്സ് എന്താണത്? ടച്ചിങ്സ് ടച്ചിങ്സ് ബീഫും മട്ടനൊക്കെ കുഞ്ഞു ടപ്പിക്കാത്താണോ? ബീഫ് മട്ടനൊന്നും അല്ല അമ്മ, ടൈഗർ ബാം. ടൈഗർ ബാമോ? ആ, ടച്ചപ്പ് അമ്മ തന്നില്ല, തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അല്ലേലും ഇച്ചയ്ക്ക് ഇങ്ങനെയുള്ള സാധനത്തിനകത്തൊക്കെ വലിയ താല്പര്യക്കുറവാണ്. അതുകൊണ്ടല്ല അമ്മ, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാന്നാ പറയുന്നത് അച്ഛൻ വന്നിട്ട്. ഓ, നിന്റെ അച്ഛൻ വരുന്നതിന് വേണ്ടി സൽക്കരിക്കാൻ വേണ്ടി എൻ്റെ അമ്മയുടെ കിടന്ന് പെടാപ്പാട് വിടുമായിരിക്കും. എന്തായാലും ടച്ചിങ്സ് വിക്സെങ്കിൽ വിക്സ് തുറക്കും. അടുപ്പില്ല. ഏമാ, അച്ഛനെ കാണുന്നില്ലല്ലോ. നീ വീണ്ടും പോലീസ് നോക്കിയ അടുക്കളയിൽ ബീഫ് ഫ്രൈക്കറും തണുത്ത് കാണും. നിനക്കപ്പോഴും ഈ തീറ്റയുടെ വിചാരം മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ചന്ദ്രൻ ചേട്ടനെ കാണാനില്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുക. ആ, എൻ്റെ ചന്ദ്രൻ ചേട്ടൻ വന്നടാ. എന്റെ ശ്രീകലേ, എന്റെ മുത്ത്, ഓ, എൻ്റെ വിളി ദൈവം കേട്ടു. പിന്നെ ദൈവത്തിനതല്ലേ പണി. എൻ്റെ ചന്ദ്രൻ ചേട്ടൻ വരുന്ന കണ്ടോടാ. അച്ഛൻ നല്ല ഫോമിലാണല്ലോ. ജയിലിൽ നിന്ന് നേരെ പോയി കാണാൻ ബാറിലോട്ട്. മിണ്ടിപ്പോരുത്. ഓ, രാത്രി ശുഭരാത്രി, ഇനിയൊന്നും കാമാച്ചി. ചന്ദ്രേട്ടാ, യാത്രയൊക്കെ സുഖമായിരുന്നോ? നിങ്ങളാരും ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല, ഞങ്ങൾ ചന്ദ്രേട്ടനെ കാത്തിരിക്കുക. അപ്പൊ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീം. അമ്മ, അച്ഛൻ ഫ്ലാറ്റ്. ആ, മാമന്റെ കാര്യത്തിലും തീരുമാനമായി. ഗതികേട്. ഇതിനൊക്കെ കാത്തിരുന്ന് നമ്മളെ പറഞ്ഞാൽ മതി. ആ ഫുഡ് തണുക്കുന്നതിന് പോവാ, പോയി കഴിക്കാം. ചിക്കനും മട്ടനും നിങ്ങളുണ്ടല്ലേ. അമ്മ, അത് നോക്കമ്മ, അച്ഛൻ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് വെച്ചിരുന്ന സാധന പൂച്ച കൊണ്ടുപോയി. യോഗം, അത് പൂച്ചയ്ക്കാ. ഈ വയറ്റിപ്പാക്കി എന്ന് പറഞ്ഞ സത്യമല്ലേ അമ്മ? ആ പാക്കി ഒന്ന് പൂച്ചയ്ക്കാണെന്ന് കരുതിയാൽ മതി.